ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോണ്ടർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് വിടാമുയർച്ചി എന്നാണ് പടത്തിൻ്റെ പേര്. ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് അജിത് കുമാർ, തൃഷ, അർജുൻ സർജ, റെജീന കസാൻഡ്ര, ആരവ്, രമ്യ നമ്പീശൻ. ഇത് മറ്റേ മറന്നുകൊണ്ട് ഞാൻ ആടെ ഈ സിനിമ കണ്ടിട്ട് അമലമുള്ള അതിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിനയിച്ചിരിക്കണത് ബാക്കിയുള്ള പേരൊന്നും അറിഞ്ഞൂടാ. പിന്നെ പടം ഡയറക്റ്റ് ചെയ്ത മകൾ തിരുമേനിയാണ്. മീൻസ് തടം എന്ന സിനിമയുടെ ഡയറക്ടറാണ് മകൾ തിരുമേനി എന്ന് പറയുന്നത്. അറിയില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചിലവർക്കൊക്കെ അറിയായിരിക്കും. എന്നിട്ടോട്ടെ, പടത്തിന് മ്യൂസിക് ചെയ്യുന്ന അനിരുദ്ധാണ്. BGM അദ്ദേഹം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിനിമാറ്റോഗ്രാഫി ഒരു ഓം പ്രകാശ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ ഇത് ചെയ്തിരിക്കുന്നത്. മീൻസ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. വേറൊരു വേറെ ആരൊക്കെ ക്രൂവിലുണ്ടെന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ പടത്തിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ലൈക്ക സുഭാസ്കരനാണ്. ഇറ്റ്സ് എ ഗുഡ് വർക്ക് ഫോർ ഹിം ആൻഡ് ഇറ്റ്സ് കം ബാക്ക്. നല്ലൊരു കംബാക്ക് എടുത്തിട്ടുണ്ട് ലൈക്ക. മീൻസ് ബോക്സ് ഓഫീസ് മീൻസാണ് ഞാൻ ഉദ്ദേശിച്ചത്. സർവീസ് വൈസ് നല്ലൊരു കംബാക്ക് എടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു സംശയം. ശരിയാണെങ്കിൽ അങ്ങനെ ഇരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. അതെന്തിലോട്ടെ പടം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വേറെ ലെവൽ പടം. ഞാൻ മാതമാതിരിയിൽ 11:30 ഇതൊക്കെ പോയിട്ടാണ് കണ്ടത്. എന്തായാലും എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് വൈസ് ഒക്കെ സൂപ്പറായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു അടിയും പിടിയൊന്നുമില്ല, ഒരു സാധാ പടം പോലെ. മീൻസ് ഒന്നുമില്ല, ആക്ഷൻ സിനിമയാണെന്ന് നമുക്ക് തോന്നില്ല. അങ്ങനത്തെ ഒരു ഫസ്റ്റ് ഹാഫാണ്. കോമഡി ഇല്ല, ആക്ഷൻ ഇല്ല. അതൊരു നാടകം. മീൻസ് എന്താ ഞാൻ പറയാന്ന് വെച്ചാൽ, ഇപ്പോൾ ചില പടങ്ങളിൽ ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ അടി ഉണ്ടാവില്ല, സെക്കൻഡ് ഹാഫിലെല്ലാം വെച്ചിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഫസ്റ്റ് ഹാഫിലൊന്നുമില്ല, സ്ലോ പേസിലാണ് പടം പോണത്. സ്ലോ പേസ് മൂവിയാണ് ഫസ്റ്റ് ഹാഫ്. പക്ഷെ അത് നല്ലതായിട്ട് എനിക്ക് വർക്കായിട്ടുണ്ട്. പിന്നെ അജിത്തിൻ്റെ ഇൻട്രോ ആണെങ്കിലും, പിന്നെ സവടിയൊക്കെ പാട്ട് വന്ന സമയത്താണെങ്കിലും, പിന്നെ അർജുൻ സർജയുടെ എൻട്രി ആണെങ്കിലും, തൃഷയുടെ എൻട്രി ആണെങ്കിലും, പിന്നെ രജീന കസാൻഡ്രയുടെ എൻട്രി ആണെങ്കിലും, പിന്നെ അവരുടെ ഫ്ലാഷ് ബാക്ക് മീൻസ് അജിത്തിൻ്റെ തൃഷ ലവായിരുന്ന സമയത്ത് കല്യാണം കഴിക്കണ മുമ്പ് എങ്ങനെയായിരുന്നു അതൊക്കെ കാണിച്ചപ്പോഴൊക്കെ സൂപ്പർ. പിന്നെ മറ്റേ അവരോട് മിസ്സാവുന്ന സീനിലൊക്കെ അതെല്ലാട്ടും വേറെ ലെവലായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു സെക്കൻഡ് ഹാഫ് ഒരു എനിക്ക് ഓർമ്മയില്ല എത്ര മണിക്കൂറായപ്പോഴാണ്, ഒരു 1.5 മണിക്കൂർ എന്തായപ്പോൾ എൻ്റെ ഇൻട്രോലായിട്ടുണ്ട്. ഇൻട്രോൽ ബഞ്ചൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ എന്താണ് ഇവിടെ ഒരു ഫൈറ്റ് സീക്വൻസ് വരാത്തതെന്ന് വിചാരിച്ച് ഞാൻ ഫൈറ്റ് സീക്വൻസ് വരാത്തത് ഒരു ആക്ഷൻ സിനിമ എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് എന്നൊക്കെ ഞാൻ ചോദിക്കാൻ തോന്നി. പക്ഷേ ഒരു 10 മിനിറ്റ് എനിക്ക് അറിയണം, 10-15 മിനിറ്റ് എന്തോ ആയപ്പോൾ തുടങ്ങി മോനെ ഫൈറ്റ് സീക്വൻസസ്. അതൊക്കെ പൊളി സാധനങ്ങളാണ്. അൻപരുമാണ് എൻ്റെ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. അങ്ങനെ അടിച്ചു പിടിച്ചിട്ടുണ്ട്. അവസാനത്തെ 45 മിനിറ്റ് ഉണ്ട് മോനെ, സീൻ സാധനം പൊളി. അജിത്താണ് ഇതൊക്കെ ചെയ്യണമെന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മാതിരി ഇത്. പിന്നെ അർജുൻ സർജയുടെ റജീനയുടെ ഫ്ലാഷ് ബാക്ക് ആണെങ്കിൽ ഒരു 5 മിനിറ്റത്തേക്ക് അത് സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റൊക്കെ മരണമാതിരി സാധനമായിരുന്നു. പിന്നെ ലാസ്റ്റ് അറിയാമല്ലോ, ലാസ്റ്റ് അയാൾ ചാവും, നമ്മുടെ
ഇങ്ങനെ ഒരു മെഷീനിൻ്റെ അവിടെ കയറി ഒരു അതെന്തോ ബ്ലേഡ് പോലെ തന്നെയാണ് എന്താ സംഭവം, എന്ത് മെഷീൻ എനിക്കതിനോട് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൽ ഇങ്ങനെ ആൾ കത്തിട്ട് കാല് തട്ടിയിട്ട് അങ്ങേറെ ഫുൾ ബോഡി അതിലോട്ടായി പോകും. എന്നിട്ട് ആൾ ഒരിഞ്ഞരിഞ്ഞു പോകും. മീൻസ് ചാമ്പലാവും, ആൾ ചാമ്പലാവും. പിന്നെ അങ്ങേര് ചെന്ന് നോക്കുമ്പോൾ ആദ്യം വിചാരിക്കാൻ അജിത് തൃഷ മരിച്ചെന്നാണ് വിചാരിക്കണം. അപ്പം എന്നാൽ നമ്മൾ വായ കെട്ടി വയ്ക്കുമ്പോൾ നമ്മൾ ശബ്ദം ഉണ്ടാക്കൂലേ, അതേപോലെ ശബ്ദം ഉണ്ടാകുമ്പോഴാണ് തൃഷ അവിടെ ഇരുന്ന് കരിഞ്ഞത്. തൃഷ എൻ്റെ അടുത്തല്ല, എൻ്റെ ഇപ്പുറത്തായിരുന്നു തൃഷ എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ തൃഷേനെ രക്ഷിച്ചിട്ട് പാണി അതാണ് അങ്ങനെ പടം എന്നിട്ട് എന്തിനാണ് എന്നെ രക്ഷിച്ചതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമുള്ളതുണ്ടെന്ന് പറയുമ്പോൾ രണ്ടുപേരും കെട്ടി പിടിച്ചിട്ട് സുഖമായിട്ട് അങ്ങനെയാണ് പടം ഫിനിഷ് ചെയ്യുന്നത്. പിന്നെ വേറൊന്നുമില്ല. പടം എനിക്ക് പടം പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ കറണ്ടില്ല വീട്ടിൽ. എന്തായാലും കറണ്ട് വന്നിട്ടേ ഞാൻ ഇത് വീഡിയോ പബ്ലിഷ് ചെയ്യുള്ളൂ, മീൻസ് അപ്ലോഡ് ചെയ്യുള്ളൂ എന്നാണ് ഉദ്ദേശിച്ചത്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് നമ്മളെ സഹായിക്കുക പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ബൈ ബൈ. ഡെൽറ്റ വസ്കസ്.